نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله حيث قال عز من قائل يا أيها الذين آمنوا اتقوا الله فلا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا الله الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال الله تعالى في قرآنه الكريم وما لكم لا تقاتلون في سبيل الله والمستضعفين من الرجال والنساء والولدان الذين يقولون ربنا أخرجنا من هذه القرية الظالم أهلها واجعل لنا من لدنك وليا واجعل لنا من لدنك نصيرا صدق الله العلي العظيم وبلغ رسوله الكريم ونحن على ذلك من الشاهدين ബഹുമാനരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ തഖ്വ പുലർത്തണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ രാജ്യം ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. 78 വർഷങ്ങൾക്ക് മുമ്പ് 1947 ഓഗസ്റ്റ് 15 രാജ്യം സ്വാതന്ത്ര്യം നേടിയതിൻ്റെ വാർഷികമാണ് രാജ്യമൊട്ടാകെ വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിക്കുന്നത്. ഒരു മുസ്ലിം, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം രാജ്യത്തോടുള്ള സ്നേഹവും അവൻ പിറന്നു വീണ മണ്ണിനോടുള്ള പ്രേമവും അതവൻ്റെ വിശ്വാസത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു സംഗതിയാണ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ഏത് രൂപത്തിൽ നേടിയെടുത്തു, ഏതൊക്കെ വഴികളിലൂടെയാണ് അത് നേടിയെടുത്തത്, ഏതൊക്കെ വിഭാഗം ജനങ്ങളാണ് അതിൽ സംഭാവനകൾ അർപ്പിച്ചത് എന്നതൊക്കെയുള്ള വിശദമായ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമുക്കെല്ലാവർക്കും ആ ചരിത്രം നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതും വായിക്കുന്നതും പിന്നീട് മനസ്സിലാക്കുന്നതും ഒക്കെയാണ്. ഈ യഥാർത്ഥത്തിൽ ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യമാകട്ടെ, ദേശരാഷ്ട്രങ്ങളുടെ ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലുള്ള അതിർത്തികൾ വരച്ചു വച്ചിട്ടുള്ള, മനുഷ്യന്മാർ തന്നെ വരച്ചു വച്ചിട്ടുള്ള ദേശരാഷ്ട്രങ്ങളുടെ അതിർത്തിയിൽ നിന്നിട്ട് ഒരു രാജ്യത്തിലെ അവരുടെ ബോർഡറിനകത്ത് നിന്ന് ആ രാജ്യം നേടിയെടുക്കുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചാകട്ടെ, നമ്മൾ വ്യക്തികൾ എന്നുള്ള നിലക്ക് ഭൂമിയിൽ അള്ളാഹുവിന്റെ പ്രതിനിധികളായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ള വ്യക്തികൾ എന്നുള്ള നിലക്ക് നാം ഓരോരുത്തരും അനുഭവിക്കുന്ന, അല്ലെങ്കിൽ അനുഭവിക്കേണ്ടുന്ന നമ്മുടെ ജന്മാവകാശമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാകട്ടെ വളരെ വ്യക്തമായ നിർദ്ദേശങ്ങളും കാഴ്ചപ്പാടുകളുമുള്ള ഒരു മതമാണ് ഇസ്ലാം ദീൻ എന്ന് പറയുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത് വലഖദ് വലദതുഹും ഉമ്മഹാതുഹും അഹ്റാറ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം, ആ സംഭവത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതുപോലെ ഓരോ മാതാപിതാക്കളും അല്ലെങ്കിൽ ഓരോ മാതാക്കളും
സ്വന്തം കുഞ്ഞുങ്ങളെ ഈ ഭൂമിയിലേക്ക് പ്രസവിച്ച് വീഴ്ത്തുന്നത്, അവർ ആ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത്, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ജന്മം നൽകുന്നത് സ്വതന്ത്രരായ മനുഷ്യരായിക്കൊണ്ടാണ്. ഈ ഭൂമിയുടെ ഈ പ്രപഞ്ചത്തിന്റെ ഈ അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ഈ പ്രപഞ്ചമാസകലം അവൻ അനുഭവിക്കാനും അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം കൽപ്പന പ്രകാരം അവന് സ്വതന്ത്രമായി വിഹരിക്കാനുമുള്ള ഇടങ്ങളാണ് ഇതൊക്കെ. അങ്ങനെയുള്ള സ്വാതന്ത്ര്യത്തെ നാം പലപ്പോഴും മനുഷ്യരുടെ വളരെ സങ്കുചിതമായ വിചാരങ്ങളുടെയും നിർവചനങ്ങളുടെയും ഒക്കെ പുറത്ത് ദേശരാഷ്ട്രങ്ങളുടെ അതിർത്തി വരമ്പുകൾ തിരിച്ചുകൊണ്ട് ഈ പ്രദേശത്തുള്ള ഈ അതിർത്തിക്കകത്തുള്ള ഞങ്ങളൊക്കെ ഒരു വിഭാഗം, ഈ അതിർത്തിക്ക് അപ്പുറത്തുള്ള മറ്റുള്ളവരൊക്കെ വെറുക്കപ്പെടേണ്ടവരോ എതിർക്കപ്പെടേണ്ടവരോ അല്ലെങ്കിൽ അവരുമായി നിരന്തരമായി സംഘർഷത്തിൽ ഏർപ്പെടേണ്ടവരോ ഒക്കെ ആയി കാണുന്ന, അതിനപ്പുറത്തേക്ക് വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നമ്മൾ നോക്കൂ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഖാദിസിയ യുദ്ധത്തിന് വേണ്ടി പേർഷ്യൻ സേനാനായകനായിട്ടുള്ള റുസ്തമിന്റെ അടുത്തേക്ക് ഖാലിദ് ബിൻ വലീദിന്റെയും സഅദ് ബിൻ അബി വഖാസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സേനാ വിഭാഗങ്ങളെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് നിയോഗിക്കുമ്പോൾ സഅദ് ബിൻ അബി വഖാസിന്റെ നേതൃത്വത്തിലുള്ള റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സൈന്യം പേർഷ്യൻ സൈന്യവുമായിട്ടുള്ള ഏറ്റുമുട്ടലിന് വേണ്ടി പുറപ്പെടുകയാണ്. അവിടെ വെച്ച് മുസ്ലിം സൈന്യത്തെ കുറിച്ച് കേട്ടറിഞ്ഞ റുസ്തം, പേർഷ്യൻ സേനാനായകനായിട്ടുള്ള റുസ്തം സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഒരു ദൂതനെ അയക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വാസ്തവത്തിൽ എന്തിനാണ് നിങ്ങൾ വന്നിട്ടുള്ളത് എന്നറിയണം. യുദ്ധം ചെയ്യുക, വാളുകൊണ്ട് ഈ ദീനിനെ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നവർക്കുള്ള കൃത്യമായിട്ടുള്ള ഒരു മറുപടി അവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതല്ല എന്റെ വിഷയം. പക്ഷേ റുസ്തം അങ്ങനെ അയക്കുമ്പോൾ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു റുസ്തമിന്റെ അടുത്തേക്ക് അയച്ചു കൊടുക്കുന്ന ഒരു മുസ്ലിം സമൂഹത്തിലെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു സൈനികൻ, ആ സൈനികന്റെ പേര് റബീഉ ബിൻ ആമിർ റളിയല്ലാഹു അൻഹു എന്നാണ്. അദ്ദേഹത്തെ അയച്ചു കൊടുക്കണം. ഒരു സാധാരണ വേഷവിധാനങ്ങളുള്ള, ഒരു വടി കുത്തിപ്പിടിച്ച് ഒരു കുറിയ കുതിരയുടെ പുറത്ത് കയറി വരുന്ന അദ്ദേഹം റുസ്തമിന്റെ ആ മനോഹരമായ കൊട്ടാരത്തിലേക്ക്, ആഡംബര വിഭൂഷിതമായിട്ടുള്ള നല്ല വിലപിടിപ്പുള്ള പരവതാനികൾ വിരിച്ച ആ കൊട്ടാരത്തിലേക്ക് അതേ വേഷത്തിൽ കടന്നു വരുമ്പോ കാവൽക്കാർ അദ്ദേഹത്തെ തടയുന്നുണ്ട്. ആ തടഞ്ഞുകൊണ്ട് പറയുന്നു, ഇങ്ങനത്തെ ഒരാളെ ഞങ്ങളുടെ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കടത്തിവിടാൻ ഞങ്ങൾക്ക് അനുവാദമില്ല എന്ന് പറയുമ്പോ റബീഉ ബിൻ ആമിർ ആ കാവൽക്കാരോട് പറയുന്നുണ്ട്, ഞാൻ വന്നത് എന്റെ ഇഷ്ടപ്രകാരമല്ല, നിങ്ങളുടെ സേനാനായകന്റെ ഇഷ്ടപ്രകാരം, നിങ്ങളുടെ രാജാവിന്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ അകത്ത് പ്രവേശിപ്പിക്കാം, അല്ലെങ്കിൽ തടയാം, ഞാൻ തിരിച്ചു പോയിക്കൊള്ളും, എനിക്കതിന് പ്രത്യേകിച്ച് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സ്വാഭാവികമായും റുസ്തമിനോട് അനുവാദം ചോദിച്ചുകൊണ്ട് റബീഉ ബിൻ ആമിറിനെ ആ കൊട്ടാരത്തിനകത്തേക്ക് കടത്തിവിടുന്നുണ്ട്. അവിടെ രാജാവിന്റെ ഹാവഭാവങ്ങളോടോ കൊട്ടാരത്തിന്റെ ആ ആഡംബര വിഭൂഷിതമായിട്ടുള്ള കൊട്ടാരത്തിന്റെ ആ ഒരു അലങ്കാരങ്ങളിലോ ഒന്നും മതിമറക്കാതെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് റബീഉ ബിൻ ആമിർ റുസ്തമിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് ചോദിക്കുന്നു, എന്തു വേണം, എന്തിനാണ് ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? റുസ്തം ആകപ്പാടെ ഒന്ന് അമ്പരക്കാണ്. കാരണം സാധാരണഗതിയിൽ അയാളുടെ മുമ്പിലെത്തുന്ന ഒരു മനുഷ്യൻ, അതാരുമായിക്കൊള്ളട്ടെ, രാജാവല്ലെങ്കിൽ അല്ലെങ്കിൽ അതേ പ്രോട്ടോക്കോളിലുള്ള ആളല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല പെരുമാറുക. വളരെ വിനയാന്യതനായി തലതാഴ്ത്തി നിന്ന് കുമ്പിട്ട് നിന്ന് ഒരു സേവകന്റെ, ഒരു അടിമയുടെ മനോഭാവത്തോടു കൂടിയാണ് പെരുമാറുക. പക്ഷേ അവിടെ റബീഉ ബിൻ ആമിറിന്റെ ധൈര്യവും അദ്ദേഹത്തിന്റെ അഭിമാനബോധവും ആ ഒരു സെൽഫ് എസ്റ്റീം എന്നൊക്കെ വിളിക്കുന്ന ആ സംഗതിയൊക്കെ കണ്ടിട്ട് റുസ്തം ചോദിക്കുന്നു, നിങ്ങൾ വാസ്തവത്തിൽ എന്തിനാണ് വന്നത്? എന്തിനാണ് നിങ്ങൾ വന്നത് എന്ന് ചോദിക്കുന്നത് ഈ കൊട്ടാരത്തിലേക്ക് എന്തിനാണ് വന്നത് എന്ന അർത്ഥത്തിൽ മാത്രമല്ല, നിങ്ങൾ മുസ്ലിങ്ങൾ ഖലീഫ ഉമറിന്റെ ഭരണാധികാരിയുടെ കീഴിൽ, എന്ന ആ ഭരണാധികാരിയുടെ കീഴിൽ സഅദ് ബിൻ അബി വഖാസ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിങ്ങൾ ഈ ഭൂമിയിലാകെ പടയോട്ടം നടത്തുന്നത് എന്തിനാണ്? എന്തിനാണ് നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തേക്ക് കയറാൻ വന്നിരിക്കുന്നത്? അവിടെ വെച്ച് റബീഉ ബിൻ ആമിർ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. ചരിത്രത്തിൽ എന്താണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായ മാതൃക നമുക്ക് ലഭിക്കുന്നു, അല്ലെങ്കിൽ വളരെ വ്യക്തമായ ഒരു ചൂണ്ടുപലകയായിക്കൊണ്ടുള്ള ഒരു പ്രസ്താവന അദ്ദേഹം നടത്തുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ലഖദ് ബഅസന അല്ലാഹു ഞങ്ങളെ അയച്ചിരിക്കുന്നു. ഞങ്ങളെ എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം സമൂഹത്തെ
അന്നത്തെ കാലത്ത് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ നേതൃത്വത്തിലുള്ള സൈന്യ വിഭാഗത്തെ ഉദ്ദേശിച്ചാകാം. അതല്ല, കാലാകാലങ്ങളിലും ചരിത്രത്തിന്റെ വിവിധ ദശാസന്ധികളിൽ, വിവിധ ഘട്ടങ്ങളിൽ ലോകത്തിന് മുഴുവൻ മുസ്ലിം സമൂഹം എന്തിനു വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമൂഹത്തെ ലോകത്തേക്ക് അയച്ചത് എന്നതിന്റെ മറുപടി അദ്ദേഹം പറയുകയാണ്. ലഖദ് ബഅസന അള്ളാഹു ഞങ്ങളെ അയച്ചിരിക്കുന്നു ലിനുഖ്രിജ മൻ ശാഅ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ വിമോചിപ്പിക്കുന്നതിന് വേണ്ടി, പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി, മിൻ ഇബാദത്തിൽ ഇബാദ് ഇലാ ഇബാദത്തില്ലാഹി വഹദ, അടിമകളുടെ അടിമത്വത്തിൽ നിന്ന്, അടിമകളുടെ ദാസ്യവൃത്തിയിൽ നിന്ന്, അവർക്ക് സേവകരായി മാത്രം ജീവൻ കഴിച്ചു കൂട്ടുന്നതിൽ നിന്ന് മറിച്ച് അവരെ അതിൽ നിന്ന് മോചിപ്പിച്ചെടുത്ത് അള്ളാഹുവിനുള്ള അടിമത്വത്തിലേക്ക് അവരെ നയിക്കുന്നതിന് വേണ്ടി, ഇതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു ഞങ്ങളെ അയച്ചിട്ടുള്ളത്. ലിനുഖ്രിജ മൻ ശാഅ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള അത്തരം തൗഫീഖ് ലഭിക്കുന്ന ആളുകളെ മുഴുവൻ മനുഷ്യരുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് അള്ളാഹുവിന്റെ അടിമത്തത്തിലേക്ക് നയിക്കുക എന്ന അതിമഹത്തായ ഒരു ദൗത്യം. അതുപോലെ തന്നെ വമിൻ ലീഖിദ് ദുനിയ, ഈ ഐഹിക ജീവിതത്തിന്റെ കുടുസായ സങ്കുചിതമായ അവസ്ഥയിൽ നിന്ന് അവരെ മോചിപ്പിച്ചെടുത്തുകൊണ്ട് ഇലാ സഅത്തിദ് ദുനിയ വൽ ആഖിറ, ഐഹിക ജീവിതത്തിന്റെയും പാരത്രിക ജീവിതത്തിന്റെയും അതിവിശാലമായ ഒരു പ്രതലത്തിലേക്ക് ഈ ഭൂമിയിലെ ജനവിഭാഗങ്ങളെ നയിക്കുക എന്ന ദൗത്യം. വമിൻ ജൗറിൽ അദിയാനി ഇലാ അദ്ലിൽ ഇസ്ലാം, മറ്റ് മതങ്ങളുടെ അനീതിയിൽ നിന്ന്, മറ്റു മതങ്ങൾ മനുഷ്യരെ പൗരോഹിത്യത്തിന്റെയും അതുപോലെ തന്നെ കാലഹരണപ്പെട്ട നിയമങ്ങളുടെയും അല്ലെങ്കിൽ അനുയോജ്യമല്ലാത്ത നിയമങ്ങളുടെയും ഒക്കെ ആ ഒരു അനീതിയുടെ വലയത്തിൽ, ദൂഷിത വലയത്തിൽ തളച്ചിടപ്പെട്ട ജനവിഭാഗങ്ങളെ ആ അനീതിയിൽ നിന്ന് മോചിപ്പിച്ചെടുത്തുകൊണ്ട് ഇലാ അദ്ലിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ നീതിയിലേക്ക് അവരെ നയിക്കുക. ഈ ഒരു സുപ്രധാന ദൗത്യമാണ്, അതുമായിട്ടാണ് ഞങ്ങൾ വരുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ യുദ്ധത്തെക്കുറിച്ചുള്ള മറ്റു ചരിത്രം നമുക്കറിയാം. ഖാദിസിയ യുദ്ധം, റോമും പേർഷ്യയും ഒക്കെ കീഴടക്കുന്ന ആ ഒരു യുദ്ധത്തിന്റെ ഒരു ഭാഗമായിക്കൊണ്ട് ഖാദിസിയ യുദ്ധം മുസ്ലിങ്ങൾ ജയിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതാണ്. ഇന്ന് സ്വാതന്ത്ര്യം മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താ? വ്യക്തികൾ എന്നുള്ള നിലക്ക് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മളൊക്കെ ഫ്രീ ആയിരിക്കണം. ലോകം തന്നെ ഒരു ഫ്രീ വേൾഡ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഫ്രീ വേൾഡ് ആണ് ഇന്നത്തെ ലോകം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ലിബറലിസത്തിന്റെയും അതുപോലെ തന്നെ നിയോ ലിബറലിസത്തിന്റെയും ഒക്കെ കാഴ്ചപ്പാടനുസരിച്ച് എല്ലാ മനുഷ്യരും ഫ്രീ ആണ്. മൈ ബോഡി മൈ ചോയ്സ് എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ കലാലയങ്ങളിലടക്കം ധാരാളമായി മുഴങ്ങിക്കേൾക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും ഫ്രീ ആയിരിക്കാൻ ആവശ്യപ്പെടുന്നു, പക്ഷേ അങ്ങനെ ആഗ്രഹിക്കുന്നു. വാസ്തവത്തിൽ അങ്ങനെ ഫ്രീ ആയിരിക്കുമ്പോൾ പോലും അവർ പലപ്പോഴും പലതിന്റെയും അടിമകളാണ്. ഒന്നുകിൽ സ്വന്തം ഇച്ഛകളുടെ അടിമകളാണ്, അല്ലെങ്കിൽ സ്വന്തം താല്പര്യങ്ങളുടെ അടിമകളാണ്, അതല്ലെങ്കിൽ സമൂഹം അടിച്ചേൽപ്പിക്കുന്ന മറ്റ് പ്രവണതകളുടെ അടിമകളാണ്. പലപ്പോഴും സ്വതന്ത്രരാണ് എന്ന് വാദിക്കുന്ന ആളുകൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഇപ്പൊ പാശ്ചാത്യ കലാലയങ്ങളിലേക്ക് നോക്കൂ, അവിടെ നിന്ന് വരുന്ന വിവരങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. അവിടെയൊക്കെ യൂണിഫോം ഇല്ല, ശരിയാണ്, കലാലയങ്ങളിൽ യൂണിഫോം ഇല്ല. പക്ഷേ പ്രത്യേകതരം വേഷവിധാനങ്ങളും പ്രത്യേകതരം നടത്തങ്ങൾ പോലും ശീലങ്ങൾ പോലും അതൊന്നും ഇല്ലെങ്കിൽ ആ കൂട്ടത്തിൽ കൂടാൻ പറ്റാത്ത രൂപത്തിൽ ആളുകൾ അടിമകളാണ്. ഇന്നിപ്പോ അവരൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം അടിമത്തങ്ങളിൽ നിന്ന് അവർക്കൊക്കെ മോചനം വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അത് അവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലിബറലിസം എന്ന് പറയുന്നത് തെറ്റായിപ്പോയ ചിന്താഗതികളാണ് എന്ന് അവർ തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വാസ്തവത്തിൽ അള്ളാഹുവിന്റെ അടിമത്തം ഒരാൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ്റെല്ലാ അടിമത്തങ്ങളുടെയും ചങ്ങലകളെ അവൻ പൊട്ടിച്ചെറിയുന്നു എന്നുള്ളതാണ്. പൂർണ്ണമായും സ്വാതന്ത്ര്യത്തിന്റെ ഒരു ഏറ്റവും ശുദ്ധമായ വായു അവൻ ശ്വസിക്കുന്നു എന്നുള്ളതാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇബാദത്ത്. വലഖദ് കറംനാ ബനി ആദം എന്ന് പറഞ്ഞുകൊണ്ട് ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതിന്റെ അടിസ്ഥാനം അതാണ്. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനകും സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖളൈത വയുസല്ലിമു തസ്ലീമാ. ഫലാ വറബ്ബിക, താങ്കളുടെ രക്ഷിതാവാണ്, ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുകയില്ല, ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ ഉത്ഭവിക്കുന്ന പ്രശ്നങ്ങളിൽ,
അവർക്കിടയിൽ ഉടലെടുക്കുന്ന വിഷയങ്ങളിൽ, അവർ സാധാരണഗതിയിൽ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളിൽ ഒക്കെ താങ്കളെ വിധികർത്താവായി സ്വീകരിക്കുന്നതുവരെ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആല കൊണ്ടുവന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തീകരിച്ച ഈ ദീനിന്റെ താല്പര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താത്തിടത്തോളം അവർ വിശ്വാസികളാവുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുകയാണ് സൂറത്തുൽ അഹ്സാബിലൂടെ. പിന്നെ താങ്കൾ വിധിച്ച വിധിയിൽ, താങ്കൾ ഒരു കാര്യത്തിൽ ഒരു വിധി പുറപ്പെടുവിച്ചാൽ അല്ലെങ്കിൽ ഒരു വിധി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതനുസരിക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള വിഷമവും അവർക്ക് അനുഭവപ്പെടാതിരിക്കണം. വയുസല്ലിമു തസ്ലീമ, അവർ പൂർണ്ണമായും അതിന് കീഴ്പ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകണം. അപ്പോൾ മാത്രമാണ് ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തുകയുള്ളൂ എന്ന് സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനമായി അള്ളാഹു സുബ്ഹാനഹു തആല തീരുമാനിച്ചു തന്നിരിക്കുന്നു. നമുക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗം പാലിക്കുമ്പോൾ, അതിലൂടെ നടക്കുമ്പോൾ, അതിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും. ചിലപ്പോഴൊക്കെ അത് അസഹ്യമായി അനുഭവപ്പെടും. പക്ഷെ ആ അസഹ്യമായി അനുഭവപ്പെടുന്നത് പോലും പ്രയാസത്തിനുമേൽ പ്രയാസം സഹിച്ചാണെങ്കിലും, കഷ്ടങ്ങളുടേതായ ഒരു കാഴ്ചപ്പാടുകളും അതിനു പറ്റുന്ന ഒരു കാലഘട്ടത്തിലൂടെയും ഒക്കെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും, ആ പ്രയാസം ഏറ്റെടുത്തുകൊണ്ട് തന്നെ നമ്മളത് അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിലാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് നമ്മൾ തിരിച്ചറിയും എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് ആവശ്യപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും സുപ്രധാനമായ സന്ദേശം. ഇതാണ് വ്യക്തിപരമായി നമ്മൾ വ്യക്തികൾ എന്നുള്ള നിലക്ക് നമ്മൾ ഈ ദീനിൽ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നമ്മൾ രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ സമൂഹങ്ങൾ വ്യത്യസ്ത, ഞാൻ നേരത്തെ പറഞ്ഞ അതിരുകൾക്കകത്തുള്ള ദേശരാഷ്ട്രങ്ങൾ എന്നുള്ള നിലക്ക് നോക്കൂ, എന്താണ് ദീൻ പഠിപ്പിക്കുന്നത്. ഈ പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മളെ പഠിപ്പിക്കുന്ന ഹജ്ജത്തുൽ വിദാഇന്റെ സന്ദർഭത്തിൽ പഠിപ്പിക്കുന്ന ഏറ്റവും സുപ്രധാനമായ പാഠങ്ങളുണ്ടല്ലോ, അതിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് ലാ ഫളല ലി അറബിയൻ അലാ അജമിയൻ. ഒരു അറബിക്ക് അനറബിയേക്കാളോ ഒരു കറുത്തവന് വെളുത്തവനേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ലാത്ത ഒരു മതം. ഇല്ലാ ബിത്തഖ്വ, തഖ്വയുടെ അടിസ്ഥാനത്തിൽ മാത്രം. അപ്പോൾ ദേശരാഷ്ട്രങ്ങൾക്ക് അതിർവരമ്പുകളിൽ ഒരു പ്രത്യേക ജനവിഭാഗത്തിന്, ആ ജനവിഭാഗത്തിന് മാത്രം ഇന്നിപ്പോ ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണല്ലോ. ഒരു പ്രത്യേക ജനവിഭാഗത്തിന് മാത്രം എല്ലാവിധ പ്രിവിലേജസും, മറ്റു ജനവിഭാഗങ്ങൾ അവർ അടിച്ചമർത്തപ്പെടാൻ അർഹരാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ജനവിഭാഗം. ഇന്ത്യയിൽ ഇന്ന് നമ്മൾ ഈ 79ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂനപക്ഷം, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂനപക്ഷം, അതുപോലെ തന്നെ മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ, അവരുടെ അസ്തിത്വം പോലും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ബുൾഡോസർ രാജാണ് മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും നടക്കുന്നത്. കേരളത്തിലേക്ക് അത് ഇതുവരെ വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അധികം കാലതാമസമൊന്നുമില്ലാതെ വരാനുള്ള എല്ലാ ലക്ഷണങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വീടുകൾ പലതരത്തിലുള്ള പേരുകൾ പറഞ്ഞ് നുഴഞ്ഞുകയറ്റക്കാർ, ഗുസ്ബന്ദി അല്ലെ, ആ ഒരു പദം പ്രയോഗിച്ചുകൊണ്ട് അവർ നുഴഞ്ഞുകയറ്റക്കാരും ദേശദ്രോഹികളും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് അവരുടെ വീടുകൾ തകർത്തു എറിഞ്ഞുകൊണ്ടിരിക്കുന്നു, അവരുടെ സ്വത്തുവകൾ കൊള്ളയടിക്കുന്നു, അവരുടെ അഭിമാനം പിച്ചു ചീന്തുന്നു. ഇപ്പോൾ അവസാനം അവരുടെ പൗരത്വം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ബീഹാറിൽ 1 കോടിയോളം വോട്ടർമാരാണ് ഒറ്റ നിമിഷം കൊണ്ട് അല്ലെങ്കിൽ ഒരൊറ്റ പ്രക്രിയയിലൂടെ പുറത്തായി പോയത്. ഇപ്പോഴും ആ ഒരു നമ്മുടെയൊക്കെ വോട്ട് നിഷേധിക്കുന്നതിന്, അല്ലെങ്കിൽ നാം ജനങ്ങൾ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നൽകിയ ഭരണഘടനയുടെ അടിസ്ഥാന ഖണ്ഡികകൾ, അടിസ്ഥാന നിയമങ്ങളെ, തത്വങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ആ വോട്ട് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളുടെയൊക്കെ അടിസ്ഥാനം നമ്മൾ ആലോചിച്ച് നോക്കൂ. നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം, ശരിക്കും ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഈ ന്യൂനപക്ഷം വഹിച്ച പങ്കെന്താണ് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ ഇവർക്കൊക്കെ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. 5 ലക്ഷം മുസ്ലിങ്ങളാണ് സ്വാതന്ത്ര്യ സമരത്തിൽ കൊല്ലപ്പെട്ടത്, രക്തസാക്ഷികളായത് 5 ലക്ഷം മുസ്ലിങ്ങൾ. ഈ പറയുന്ന ഇന്ന് ഭരണത്തിലിരിക്കുന്ന അവർ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അതിന് ഒറ്റുകൊടുത്തവരും ആ സാമ്രാജ്യത്വ ശക്തികളുടെ ചെരുപ്പ് നക്കിയവരും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ് ഇന്ന് ഭരണത്തിലിരിക്കുന്നത്. അവർ ഭരണത്തിലിരുന്നുകൊണ്ട് നമ്മുടെ ദേശസ്നേഹത്തെ, നമ്മുടെ രാജ്യസ്നേഹത്തെ, ദേശക്കൂറിനെ ചോദ്യം ചെയ്യുന്ന ഒരു വിരോധാഭാസമാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പക്ഷെ വല്ലാതെ ഒന്നും അങ്ങനെ നീണ്ടുപോകുന്ന ഒരു സംഗതിയല്ല എന്ന ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടാകണം. എന്നിട്ട് നമ്മുടെ ചരിത്രത്തെക്കുറിച്ച്, നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടാകണം. ബ്രിട്ടീഷുകാർ എപ്പോഴാണ് ഇന്ത്യയിൽ കാലുകുത്തിയത് എന്ന് ചോദിച്ചാൽ അതിനൊരു കൃത്യമായ
വർഷമുണ്ട്. പക്ഷെ എപ്പോഴാണ് അവർ ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ തന്നെ അവർ ശക്തി ഉറപ്പിച്ചത്, അവരുടെ പ്രധാനപ്പെട്ട ശക്തി കാണിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അവസാനത്തെ മുസ്ലിം ഭരണാധികാരി മരിച്ചു വീണപ്പോഴാണ്. ടിപ്പു സുൽത്താൻ, മൈസൂർ സുൽത്താനായിരുന്ന ടിപ്പു സുൽത്താൻ മരിച്ചു വീണപ്പോഴാണ്. അപ്പോഴാണ് അന്ന് വെല്ലസ്ലി പ്രഭു ഒരു മദ്യത്തിന്റെ ചഷകം എടുത്ത് കുടിച്ചുകൊണ്ട് പരസ്യമായി മദ്യപിച്ചുകൊണ്ട് പറഞ്ഞത്, ഇതാ ഇന്ത്യയുടെ ശവത്തിന്റെ ആ വീഴ്ച ഞാൻ ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞത് ടിപ്പു സുൽത്താൻ മരിച്ചു വീണപ്പോഴാണ്. ഇന്ത്യയിലേക്ക് കടന്നു വന്ന മുസ്ലിങ്ങൾ, അവരെക്കുറിച്ച് ഏതൊക്കെ തരത്തിലുള്ള പുതിയ ചരിത്ര നിർമ്മിതി നടത്തിയാലും ഒരു കാര്യം മനസ്സിലാക്കണം, അവർ ഭരിച്ചിരുന്നപ്പോഴാണ് ഇന്ത്യ ലോകത്ത് തന്നെ GDP-യുടെ കാര്യത്തിൽ, ആഭ്യന്തര ഉൽപാദനത്തിന്റെ കാര്യത്തിൽ 2ാം സ്ഥാനത്തുണ്ടായിരുന്നത്. ഇന്ത്യയും ചൈനയും കൂടി ചേർന്നാൽ ആ സന്ദർഭത്തിൽ ലോകത്തിന്റെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 50-60% വരുമായിരുന്നു. ലോകത്തിന്റെ മൊത്തം കയറ്റുമതിയുടെ 25% ഇന്ത്യ നൽകിയിരുന്നത് ആ മുഗളന്മാരും മുസ്ലിം രാജാക്കന്മാരും ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്താണ്. അവരൊന്നും ഈ രാജ്യത്തേക്ക് കടന്നു വന്നിട്ട് ഇവിടുത്തെ സ്വത്ത് എങ്ങോട്ടും കൊള്ളയടിച്ചു കൊണ്ടുപോയിട്ടില്ല. പക്ഷെ കൊള്ളയടിച്ചു കൊണ്ടുപോയവർ ഇന്ന് ആദരിക്കപ്പെടുകയും അവരുടെ കാൽക്കൽ ഓച്ചാനിച്ചു നിൽക്കുകയും ചെയ്യുന്ന ഭരണാധികാരികൾ ഈ രാജ്യത്തിനു വേണ്ടി രക്തമൊഴുക്കിയ, ഈ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിച്ച, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ നൽകിയ ഒരു സമൂഹത്തെ ഒറ്റപ്പെടുത്തുമ്പോൾ അതിൽ കുലുങ്ങാതെ, അതിനു മുന്നിൽ പതറാതെ ആത്മവിശ്വാസത്തോടു കൂടി സ്വാതന്ത്ര്യം നമ്മുടേതു കൂടിയാണ് എന്ന് പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഒരു ധൈര്യവും ഒരു ആർജവും ഈ സമൂഹം കാണിക്കേണ്ടതുണ്ട്. അതിനു പറ്റുന്ന ഒരു മാനസികാവസ്ഥയും അതിനു പറ്റുന്ന ഒരു സാമ്പത്തികാവസ്ഥയും അതിനു പറ്റുന്ന ഒരു ഭൗതിക ചുറ്റുപാടും തീർച്ചയായിട്ടും നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്, അത് ഉറപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അതുകൂടിയാണ് സ്വാതന്ത്ര്യം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഞാൻ പറഞ്ഞു വന്നതാണ് ഈ ദേശരാഷ്ട്രങ്ങളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്. നോക്കൂ, ഫലസ്തീനിൽ ഇപ്പോ 18,500 കുഞ്ഞുങ്ങളെ, പിഞ്ചു കുഞ്ഞുങ്ങളെ, എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുങ്ങളെ കൊന്നത് എന്തിന്റെ പേരിലാണ്? 61,000-ഓളം മനുഷ്യർ അവിടെ ഇപ്പോൾ നിരപരാധികളായിട്ടുള്ള മനുഷ്യർ മരിച്ചു കഴിഞ്ഞു. 1,00,000-ലധികം പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നു. ഇപ്പൊ പുതിയ പ്ലാനുകൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ മനുഷ്യരെ മുഴുവൻ മറ്റു പ്രദേശങ്ങളിലേക്ക് ആട്ടിപ്പായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ അതിനു പറ്റുന്ന സംവിധാനങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. എന്തിന്റെ പേരിലാണ്? ഒരു ജനവിഭാഗം മറ്റൊരു ജനവിഭാഗത്തെക്കാൾ മേലെയാണ്, ഞങ്ങളാണ് പരിഷ്കൃതർ, സിവിലൈസ്ഡ് വേൾഡ്. ഇത് ആര് പറഞ്ഞ വാക്കാണെന്നറിയോ? ഫിർഔൻ പറഞ്ഞ വാക്കാണ്. ഫിർഔനിന്റെ അതേ കാറ്റഗറിയിലുള്ള വാക്കുകളാണത്. മൂസാ നബി അലൈഹിസ്സലാം ആ അള്ളാഹുവിന്റെ പ്രത്യേകമായ മുഅ്ജിസത്തുമായിട്ട് ഫിർഔന്റെ അടുത്തേക്ക് പോകുമ്പോ ആ മൂസാ നബി അലൈഹിസ്സലാമയെ കുറിച്ചും ഹാറൂൻ നബിയെ കുറിച്ചും ഫിർഔന്റെ ആളുകൾ പറയുന്നുണ്ട്, ഇൻ ഹാദാനി ലസാഹിറാനി യുരീദാനി ലിയുഖ്രിജാകും മിൻ അർളികും ബിസിഹ്രിഹിമാ ലിയദ്ഹബാ ബിതരീഖതികുമുൽ മുസ്ലാ. സൂറത്ത് താഹയിൽ അള്ളാഹു ആ ചരിത്രം പറയുന്നുണ്ട്. ലിയുദ്ഹിബാ ബിതരീഖതികുമുൽ മുസ്ലാ, നിങ്ങളുടെ സിവിലൈസ്ഡ് വേ ഓഫ് ലൈഫ് അതിനെ തകർക്കാൻ, അതിനെ എടുത്തു കളയാൻ വന്നിട്ടുള്ള അപരിഷ്കൃതരായിട്ടുള്ള 2 സാഹിര്യങ്ങളാണ് ഇവർ. ഇന്ന് നമ്മളെക്കുറിച്ച് പറയുന്നത്, മുസ്ലിം സമൂഹത്തെക്കുറിച്ച് പറയുന്നതാണ് അപരിഷ്കൃതരായിട്ടുള്ള, അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ഈ ആളുകളെ എവിടെ നിന്നൊക്കെ ആട്ടിപ്പായിക്കുന്നതിനും അവരെ ജനസൈഡ് നടത്തുന്നതിനും വംശഹത്യ നടത്തുന്നതിനും എത്നിക് ക്ലീൻസിങ്, വംശീയമായ ഉന്മൂലനത്തിലൂടെ അവരെ പുറത്താക്കുന്നതിനും ഞങ്ങൾക്ക് റൈറ്റ് ഉണ്ട്. കാരണം ഇവർ മനുഷ്യരല്ല, ഇവർ മൃഗങ്ങൾ പോലുമല്ല. മൃഗങ്ങളായിരുന്നുവെങ്കിൽ കുറച്ച് മൃഗസ്നേഹികളെങ്കിലും നമുക്ക് വേണ്ടി ശബ്ദിക്കുമായിരുന്നു. ഇന്നിപ്പോ ആലോചിച്ച് നോക്കൂ, നമ്മുടെ തന്നെ രാജ്യത്തിലെ ആളുകൾ, നമ്മുടെ തന്നെ രാജ്യത്തിന്റെ അറബ് മുസ്ലിം പേരുകളിൽ നിലനിൽക്കുന്ന ഏതാണ്ട് 55ഓളം രാജ്യങ്ങളുണ്ട്. പക്ഷെ ഒരാൾക്ക് പോലും ഈ രാജ്യങ്ങളിലെ നേതാക്കൾക്കോ ഭരണാധികാരികൾക്കോ ഉദ്യോഗസ്ഥ വൃന്ദത്തിനോ പോലും ഇതിനെ തടുക്കുന്നതിന് വേണ്ടി, ഈ വംശഹത്യയെ തടുക്കുന്നതിന് വേണ്ടി കൃത്യമായ കാര്യമായിട്ടുള്ള വളരെ നിർമ്മാണാത്മകമായിട്ടുള്ള ഒരു സ്റ്റെപ്പും എടുക്കാൻ സാധിക്കുന്നില്ല. അത്രത്തോളം നമ്മൾ ദുർബലരായി പോയി. എന്തുകൊണ്ട്? അവിടെയാണ് പരിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങുമ്പോൾ, ഖുർആനിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ, ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന വിഷയങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടുന്ന, നമ്മൾ പഠിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങൾ അവിടെയാണ്. മൂസാ നബി അലൈഹിസ്സലാം ഫിർഔന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പറയുന്ന വളരെ സുപ്രധാനമായ ഒരു വാക്ക് അതാണ്.
എന്താണ്? നീ ഈ ജനത്തെ അടിമകളാക്കി വച്ചിരിക്കുന്നു, ഞാൻ നിനക്കൊരു ഉപകാരം ചെയ്തിട്ടുണ്ടല്ലോ എന്ന് മൂസാ നബി അലൈഹി സ്വലാമയോട് ഫിർഔൻ ചോദിക്കുന്നുണ്ട്. നിന്നെ എൻ്റെ കൊട്ടാരത്തിൽ ഞാൻ ചെറുപ്പം മുതലേ വളർത്തി. നമ്മളോട് ഇന്ന് പറയുന്നത് പോലെ, നിങ്ങളൊക്കെ ഈ രാജ്യത്തിന്റെ ചോറ് തിന്നിട്ടാണല്ലോ വളരുന്നത് എന്ന് പറയുന്നത് പോലെ ഫിർഔൻ മൂസാ നബിയോട് പറയാണ്, നീ അലബിസ്ത ഫീക്കും ഉംറൈൻ, നിന്റെ ഒരു ജീവിതകാലം മുഴുവൻ, ഒരു പുരുഷായുസ് മുഴുവൻ നീ ഞങ്ങളോടൊപ്പം ജീവിച്ചില്ലേ എന്ന് പറയുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാം അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. അത് നീ എനിക്ക് പറഞ്ഞു തരുന്ന ഒരു അനുഗ്രഹമാണ്. പക്ഷെ ആ അനുഗ്രഹത്തിന്റെ പുറത്ത് ഈ ബനി ഇസ്രായേലിനെ അടിമകളാക്കി വെക്കാൻ നിനക്ക് സാധ്യമല്ല. ബനി ഇസ്രായേൽ, അതുകൊണ്ട് ഈ ബനി ഇസ്രായേലിനെ എനിക്ക് പറഞ്ഞു തരണം, എന്നോടൊപ്പം പറഞ്ഞയക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിമോചന പ്രഖ്യാപനം മൂസാ നബി അലൈഹി സ്വലാം നടത്തുന്നുണ്ട്. മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു ഉത്തരവാദിത്വത്തെക്കുറിച്ച് അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾ, അത് ആരായിക്കൊള്ളട്ടെ, വിശ്വാസികൾ, ബനി ഇസ്രായേലിലെ എല്ലാവരും വിശ്വാസികളല്ല. അന്ന് അവരിൽപ്പെട്ട ആളായിരുന്നു കാറൂൻ ഫിർഔനോടൊപ്പം ചേർന്ന് ഏറ്റവും വലിയ പണത്തിന്റെ, വലിയ സമ്പത്തിന്റെ കൂമ്പാരം ഉണ്ടാക്കി തീർത്ത ആളാണ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു ക്യാപിറ്റലിസ്റ്റ്, അല്ലെങ്കിൽ ക്രോണി ക്യാപിറ്റലിസ്റ്റ് എന്നോ ഒക്കെ നമുക്ക് വിളിക്കാവുന്ന മൾട്ടി ബില്യണർ ആയിട്ടുള്ള കാറൂൻ, അവരടക്കമുള്ള ബനി ഇസ്രായേലിനെ മോചിപ്പിക്കുക എന്ന ഒരു ദൗത്യവുമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാമെ അയക്കുന്നത്. എല്ലാ പ്രവാചകന്മാരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം അത് തന്നെയാണ്. ഇങ്ങനെ അടിച്ചമർത്തപ്പെടുന്ന, സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന, അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന, നീതി നിഷേധിക്കപ്പെടുന്ന അവിടെയൊക്കെ നീതിയുടെ വെളിച്ചം, അതിന്റെ ദീപശിഖ ഉയർത്തിപ്പിടിക്കാൻ ബാധ്യസ്ഥരായ ഒരു ജനവിഭാഗമാണ് നമ്മൾ. സൂറത്ത് നിസായിലെ 105 മുതൽ 115 വരെയുള്ള ആയത്തുകൾ നമുക്കൊക്കെ സൗകര്യപ്പെടുമ്പോൾ പറ്റുമെങ്കിൽ ഒന്ന് എടുത്തു നോക്കുക. 105 മുതൽ 115 വരെയുള്ള സൂറത്ത് നിസായിലെ ആയത്തുകൾ ആർക്ക് വേണ്ടി ഇറങ്ങിയതാണ്? ഒരു ജൂതന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ആർക്കെതിരെ? ഒരു മുസ്ലിമിനെതിരെ, ഒരു സഹാബിക്കെതിരെ. ആ സഹാബി ഈ ജൂതന്റെ പേരിൽ ഒരു പടയങ്കി മോഷ്ടിച്ചിട്ട് അയാളുടെ പേരിൽ കെട്ടിവെക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് അയാളുടെ വീടിന്റെ ഉമ്മറത്ത് കൊണ്ടുപോയിട്ട് ആ പടയങ്കി ഇട്ടു. അതിനകത്തേക്ക് ഒരു തെളിവുണ്ടാക്കി, കൃത്രിമ തെളിവുണ്ടാക്കി അങ്ങോട്ട് നടന്നു പോകുന്നതിന് ചില പൊടികളൊക്കെ വിതറി. അത് പിടിക്കപ്പെട്ടു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അത് വഹീ മുഖേന അറിയിച്ചു കൊടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ ആ ജൂതനെതിരെ വിധിക്കുമായിരുന്നു. പക്ഷെ ആ വിധിയുടെ സന്ദർഭത്തിൽ ഇടപെട്ടുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു, ഇവിടെ നിരപരാധി ജൂതനാണ്, പ്രതി താങ്കളുടെ കൂട്ടത്തിലുള്ള മുസ്ലിമാണ്, അതുകൊണ്ട് ആ നിരപരാധിക്ക് വേണ്ടി നിലകൊള്ളണം, ആ അപരാധിക്ക് വേണ്ടി വാദിക്കരുത്. ഫലാ തകുൻ ലിൽ ഖായിനീന ഖസീമ എന്നാണ് 105-ാമത്തെ ആയത്തിൽ പറയുന്നത്. ഫലാ തകുൻ ലിൽ ഖായിനീന ഖസീമ, വഞ്ചകർക്ക് വേണ്ടി വാദിക്കുന്ന ആളാകരുത് താങ്കൾ. അത്രത്തോളം നീതി ഉയർത്തിപ്പിടിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു മതം. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവാമീന ബിൽ ഖിസ്ത് ശുഹദാഅ ലില്ലാഹ് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖറബു ലിത്തഖ്വ. ഒരു ജനവിഭാഗത്തോട് നിങ്ങൾക്ക് എന്തെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ, വിരോധമുണ്ടെങ്കിൽ, അത് നീതി പാലിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയരുത്. നിങ്ങൾ നീതി പാലിക്കുക, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുക, നീതിക്ക് സാക്ഷികളാവുക. നീതി പാലിക്കുന്നത് ഹുവ അഖറബു ലിത്തഖ്വ, തഖ്വയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ്. അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് നീതി പാലിക്കുക എന്നുള്ളത്. തഖ്വ വേഷവിധാനത്തിലോ ഹാവഭാവങ്ങളിലോ വർത്തമാനങ്ങളിലോ മാത്രമല്ല, മറിച്ച് പ്രവൃത്തിയിലൂടെ, ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കേണ്ട സംഗതിയാണ് തഖ്വ. അത് നീതിയിലൂടെ നിങ്ങൾ ഈ ഭൂമിയിൽ പ്രകടമാക്കണം. ഇതാണ് ഈ സമൂഹത്തിന്റെ ദൗത്യം. നമ്മളെപ്പോ ഈ നീതിയുടെ ദൗത്യം നമ്മൾ കൈവിട്ടോ അപ്പോഴൊക്കെ മറ്റ് സമൂഹങ്ങൾ നമ്മളെ ആക്രമിക്കാനും നമ്മളെ കീഴ്പ്പെടുത്താനും തുനിഞ്ഞിറങ്ങി. അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഏക വഴി വ്യക്തികൾ എന്നുള്ള നിലക്കും സമൂഹങ്ങൾ എന്നുള്ള നിലക്കും ജീവിതത്തിലേക്ക് നീതിയെ കൊണ്ടുവരിക. കുടുംബത്തിനകത്ത് നീതി പാലിക്കുന്നുണ്ടോ? മക്കളോട്, സഹധർമ്മിണിയോട്, ഭർത്താവിനോട്, മാതാപിതാക്കളോട്, അയൽപക്കങ്ങളോട് നീതി പാലിക്കുന്നുണ്ടോ? നമ്മൾ അവിടെ നിന്ന് തുടങ്ങുക. സമൂഹത്തിൽ നീതിയുടെ വക്താക്കളാവുക, അതിനെ ഉയർത്തിപ്പിടിക്കുന്നവരാവുക. അപ്പോൾ യഥാർത്ഥ അർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യത്തിന്റെ മാധുര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. നാം പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് വഴിമാറി സഞ്ചരിക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിയുടെ വക്താക്കളാകാൻ, അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ നീതിയെ സ്ഥാപിക്കുന്ന ആളുകളാവാൻ
അതിന് സാക്ഷികളാവാൻ നമ്മെ തുണക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിതത്തിൽ അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. ലോകത്ത് ഇത്തരം നീതി നിഷേധങ്ങൾ നടക്കുമ്പോൾ, അവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ, സ്വാതന്ത്ര്യ നിഷേധം നടക്കുമ്പോൾ നമുക്ക് വെറുതെ ഇരിക്കാൻ വല്ല വകുപ്പുണ്ടോ? എന്താണ് അള്ളാഹു നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത്? എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? നമ്മൾ പലപ്പോഴും നിസ്സഹായരാണ്. ഫലസ്തീനിൽ ആളുകൾ കൊല്ലപ്പെടുന്നു, കുഞ്ഞുങ്ങളുടെ കരച്ചിൽ നമ്മൾ കേൾക്കുന്നു. പട്ടിണി കൊണ്ട് ചുറ്റുപാടും ആഡംബരത്തിൻ്റെ, ആർഭാടത്തിൻ്റെ, നമ്മുടെയൊക്കെ കല്യാണങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. ഇന്നത്തെ കാലത്തെ കല്യാണങ്ങൾ, പരതാമസങ്ങൾ, വീട് താമസങ്ങൾ, നമ്മുടെ ചടങ്ങുകളിലൊക്കെ ഭക്ഷണം കൊണ്ടുള്ള ആർഭാടമാണ്. പക്ഷേ ഈ കാലത്ത്, ഈ 2025 ഈ ചുറ്റുവട്ടത്ത് ഒരു നേരത്തെ ഭക്ഷണം ലഭിക്കാതെ തളർന്നു വീഴുന്ന മാതാക്കൾ, മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ, അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഈ ദീൻ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ചുരുങ്ങിയത് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ രൂപത്തിലുള്ള നീതി നടപ്പാക്കുക, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മിതത്വം പാലിക്കുക, ആർഭാടങ്ങളും അനാവശ്യങ്ങളും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് തൽക്കാലം നമുക്കിതേ സാധിക്കുമെന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ പറയാവുന്ന രൂപത്തിലെങ്കിലും നമുക്കത് ചെയ്യാൻ സാധിക്കുക, നമുക്ക് ചുറ്റുമുള്ളവരെ സഹായിക്കാൻ നമുക്ക് സാധിക്കുക. ഇതൊക്കെ ദീൻ പഠിപ്പിക്കുന്ന സംഗതിയാണ്. സൂറത്തു നിസായിൽ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തുണ്ട്. സൂറത്തു നിസായിലെ 75-ാമത്തെ ആയത്ത്. അള്ളാഹു വിശ്വാസികളോട് ചോദിക്കുകയാണ്, വമാലക്കും നിങ്ങൾക്ക് എന്തു പറ്റി ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നില്ല. വൽ മുസ്തളഅഫീന മിനർ റിജാലി വൻ നിസാ, ദുർബലരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി, വൽ വിൽദാൻ, കുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല? അല്ലദീന യഖൂലൂൻ, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തി ളാലിബി അഹ്ലുഹാ, അക്രമികളായിട്ടുള്ള ഭരണാധികാരികളുള്ള ഈ പ്രദേശത്ത് നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വജ്അൽ ലനാ മിൻ ലദുൻക വലിയൻ, നിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്കൊരു ആത്മമിത്രത്തെ നീ ഞങ്ങൾക്ക് അയച്ചു തരണം. വജ്അൽ ലനാ മിൻ ലദുൻക നസീറ, നിന്റെ ഭാഗത്ത് നിന്ന് സഹായികളെ എത്തിച്ചു തരണം. ചുറ്റുവട്ടത്തും അതിക്രമങ്ങൾ നടക്കുമ്പോൾ, പട്ടിണി മരണങ്ങൾ നടക്കുമ്പോൾ, നീതി നിഷേധങ്ങൾ നടക്കുമ്പോൾ അവർക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന് ഓരോരുത്തരും ആലോചിക്കണം എന്നത് ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് നിർബന്ധമായ സംഗതിയാണ്. കാരണം സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഒരു ആയത്ത് പറയുമ്പോൾ അള്ളാഹു നേരിട്ട് പറയുക ചെയ്യാം, നിങ്ങൾ അത് ചെയ്യണമെന്ന് പറയുക ചെയ്യാം. പക്ഷെ ഇവിടെ വമാലക്കും, ഇത് 2-3 സ്ഥലത്ത് സൂറത്ത് തൗബയിൽ ഇതുപോലെ പറയുന്ന ഒരു സന്ദർഭമുണ്ട്. അത് വേറെ തന്നെ വിശദീകരിക്കേണ്ട ഭാഗമായിട്ട് ഞാൻ അതിനകത്ത് പോകുന്നില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയെ അള്ളാഹു ചോദ്യം ചെയ്യാണ്. എനിക്കൊന്നും പറ്റുന്നില്ല, ഞാൻ നിസ്സഹായാവസ്ഥയിലാണ് എന്ന് പറയുന്ന അവസ്ഥയെ അള്ളാഹു ചോദ്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, വമാലക്കും, നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങൾക്ക് പോയിട്ട് അവിടെ പോയി തോക്കെടുത്ത് പോരാടാനോ ബോംബ് വർഷിക്കാനോ ഒന്നും സാധിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് കഴിയും. ഇങ്ങനത്തെ വല്ല ജനവിഭാഗങ്ങളും ചുറ്റുവട്ടത്തുണ്ടോ, പരിസര പ്രദേശത്തുണ്ടോ? നിങ്ങൾ ദീൻ എന്ന് പറഞ്ഞാൽ പള്ളിക്കകത്ത് മാത്രം 1-ാമത്തെ സഫിൽ, തീർച്ചയായും അതിന് പുണ്യമുണ്ട്. 1-ാമത്തെ സഫിൽ ഇമാമിന്റെ വലതു ഭാഗത്ത് നിന്നാൽ മറ്റു ഭാഗത്ത് നിൽക്കുന്നതിനേക്കാളും പുണ്യമുണ്ട്, ശരിയാണ്. പള്ളിയിൽ ഇത്തിക്കാഫ് ഇരിക്കുന്നതിന് അതിന്റെ പ്രാധാന്യമുണ്ട്, സുന്നത്ത് നോമ്പെടുക്കുന്നതിന് പ്രാധാന്യമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് അതേ പ്രാധാന്യത്തോടു കൂടി, അല്ലെങ്കിൽ അതിനേക്കാൾ വർദ്ധിച്ച പ്രാധാന്യത്തോടു കൂടി അള്ളാഹു പറഞ്ഞ സംഗതിയാണ്, മർദ്ദിതരായ, പീഡിപ്പിക്കപ്പെടുന്ന,
നീതി നിഷേധിക്കപ്പെടുന്ന, സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന, അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുക. ഒന്നുകിൽ വാക്കുകൊണ്ട്, അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ട്, നിങ്ങളുടെ സംഭാവനകൾ കൊണ്ട്, പ്രാർത്ഥനകൾ കൊണ്ട്, എന്താണോ സാധിക്കുന്നത് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ എനിക്ക് പറയാൻ സാധിക്കണം. നമുക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കണം, ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ നീ ഞങ്ങളെ നിയോഗിച്ചു നാഥ. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ പാവപ്പെട്ടവർക്ക് വേണ്ടി, അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കുമാറ് നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അവിടെയാണ് അള്ളാഹുവിൻ്റെ ദീനിന്റെ ആ താല്പര്യം, ഈ കൽപ്പന നമ്മൾ പൂർത്തീകരിച്ചവരായിട്ട് മാറുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന ഈ മുസ്ലിം ജനവിഭാഗത്തിന് അള്ളാഹു സുബ്ഹാനഹു തആല ഒരു വിമോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കാലത്ത് തന്നെ, നാം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അള്ളാഹുവിൻ്റെ ശത്രുക്കളുടെ പരാജയവും ഈ മുസ്ലിം ഉമ്മത്തിന്റെ വിജയവും കണ്ടുകൊണ്ട് കൺകുളിർമയോടുകൂടി ജീവിച്ച് മരിച്ചു പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഗസയിലെ നമ്മുടെ സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു തആല സഹായിക്കുമാറാകട്ടെ. അവിടെ കുഞ്ഞുങ്ങളോട് അള്ളാഹു കരുണ കാണിക്കുമാറാകട്ടെ. അവിടെ സ്ത്രീകളെ അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ. അവർ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എത്രയും പെട്ടെന്ന് അള്ളാഹു അവർക്ക് മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിൽ നിന്ന് മരിച്ചുപോയവരെ അള്ളാഹു അവന്റെ രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിൽ നിന്ന് പരിക്കേറ്റവരെ അള്ളാഹു സുഖപ്പെടുത്തുമാറാകട്ടെ. അവരിൽപ്പെട്ട എല്ലാ വിഭാഗം, എല്ലാ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെയും അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ, ആസാമിൽ, ബീഹാറിൽ, ബംഗാളിലൊക്കെ ഇതുപോലെ നീതി നിഷേധിക്കപ്പെടുന്ന, മർദ്ദിക്കപ്പെടുന്ന, വീട് നഷ്ടപ്പെടുന്ന ധാരാളം ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്. അള്ളാഹുവെ, അവർക്ക് നീ മോചനം നൽകി അനുഗ്രഹിക്കണേ. അവരുടെ സ്വത്തുവകൾ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ, അവരുടെ അഭിമാനം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ അവർക്ക് തുണയാകാൻ നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഈ ദീനിന്റെ വിജയം ഈ രാജ്യത്തും മറ്റുമൊക്കെ കണ്ടുകൊണ്ട് മരിച്ചു പോകുവാനുള്ള തൗഫീഖ് നീ ഞങ്ങളെ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, മുസ്ലിമായി ജീവിച്ച്, യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച്, യഥാർത്ഥ മുസ്ലിമായി മരിക്കുവാൻ നീ ഞങ്ങളെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي إليها معادنا. اللهم اجعل الحياة زيادة لنا في كل خير واجعل الموت راحة لنا من كل شر. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. أقم الصلاة. الله أكبر الله أكبر. أشهد أن لا